ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമലു വേൾഡ്. അപ്പം 10 ദിവസത്തോളം വെക്കേഷനായിട്ട് ഞങ്ങൾ എവിടെയും പുറത്തോട്ട് മക്കളെ കൊണ്ട് പോയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആശ്രാമത്ത് വന്ന്, അവർക്ക് ആശ്രാമത്ത് നല്ല സൂപ്പർ ഒരു ഫെസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും 3 മക്കളുമായിട്ടാണ് വന്നത്. വന്നപ്പോഴത്തേക്കും ഭയങ്കരമായ ക്യൂ ആയിരുന്നു ടിക്കറ്റിൻ്റെ. അപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരി അവിടെ ഉണ്ടായിരുന്നു, സൗമ്യ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്നത്. സൗമ്യ മക്കളും ഉണ്ടായിരുന്നു. അപ്പം അവരാണ് എനിക്ക് ടിക്കറ്റ് എടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ അവരെയും കണ്ട് പിന്നെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ പാട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടുത്തെ വോയിസ് ഒന്നും ഇടാൻ പറ്റത്തില്ല, അത് ഫുള്ളും പാട്ടായിരുന്നു. അങ്ങനെ പാട്ടുള്ളത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വീഴും. അപ്പം നല്ല സൂപ്പർ സംഭവങ്ങളാണ് അവിടെ കാണാനുള്ളത്. കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു. നമ്മളെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സംഭവം വന്നിട്ട് നമ്മൾ പോയില്ലായിരുന്നു എനിക്ക്. അപ്പോൾ അമ്മാനായും പേടിയാവുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്കും തിരക്കായിരുന്നു അവിടെ, അത്രയ്ക്കും തിരക്ക്. വണ്ടി ഇടാനൊന്നും സ്ഥലമില്ലായിരുന്നു. അപ്പം അപ്പൂസാണെങ്കിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് അവിടെ കുളിക്കാൻ വരും, അത്രയ്ക്കും കുട്ടികളൊക്കെ ഉടുപ്പൊക്കെ ഊരി കുളിക്കാനായിട്ട് അവിടെ കയറിയിട്ടുണ്ട്. അപ്പം അപ്പൂസ് നിർബന്ധം പിടിക്കുമോ, കുളിക്കണം കുളിക്കണം അവിടെ. അങ്ങനെ കുറച്ച് നേരം ഞാൻ വിട്ടില്ല. പിന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ, പിന്നെ അല്ലാതെ 2-3 ഫ്രണ്ട്സൊക്കെ സ്കൂളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരുമായിട്ട് മോൻ എൻജോയ് ചെയ്യാനായിട്ട് കയറി. അങ്ങനെ കൂടുതലായിട്ട് എൻജോയ് ചെയ്തത് അപ്പൂസ് തന്നെയാണ്. മോന് കൂട്ടുകാരുമായിട്ട് ഇതുകൊണ്ട് മുകളിൽ അങ്ങ് കാണുന്നുണ്ട്, ഇതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഊരി പിന്നെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അവിടെ ഈ കുളിക്കാനായിട്ട് കയറുന്ന കുട്ടികൾക്ക് ഒരുപാട് മുകളിലോട്ട് കയറിക്കൂടെ, ആ റെഡ് വരച്ചിട്ടുണ്ട്, അവിടെ ഒരു റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറിക്കൂടാ. പക്ഷേ കുളിക്കാനുള്ള കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഡ്രസ്സിങ് റൂമൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോൻ പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് പോയപ്പോഴും അവിടെ കുളിക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡ്രസ്സൊക്കെ കൊണ്ട്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല, കുളിക്കണമെന്നുള്ളൊരു ഇതൊന്നും നമ്മൾ ഓർത്തില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഒരുപാട് കുട്ടികൾ കുളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്കും ആ പോയ ഡ്രസ്സിൽ തന്നെ നിന്ന് കുളിക്കുമായിരുന്നു. ഷർട്ട് മാത്രം മാറ്റിയിട്ട് പാൻറ്റ് മൊത്തം നനഞ്ഞു. പിന്നെ അത് ഉണക്കാൻ വേണ്ടി പിന്നെ ഇതിന് ശേഷം അവിടെ ഈ ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, DJ ഒക്കെ ഇട്ട് കൊടുത്ത്. അപ്പം അവിടെ നിന്ന് ഉണങ്ങാൻ വേണ്ടി ഈ കുട്ടികളെല്ലാം ഡാൻസ് കളി അവിടെ ഉണ്ടായിരുന്നു.
നമുക്ക് ആ കിളിയുടെ കൂട് പോയി നോക്കാം. അമ്മയുടെ ലവ് വെച്ചതാണ്. അപ്പോൾ ഗായ്സ്, ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്